ജീവിതത്തിൽ വിജയിച്ചവരുടെ ഒരു പൊതുവായ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? അവരെല്ലാവരും ഉണർന്നവരാണ് എന്നതാണ് അവരുടെ ഒരു പൊതു പ്രത്യേകത. ഉണർന്നാൽ നമ്മൾ വിജയിക്കും. അപ്പോൾ എന്താണ് ഈ ഉണർവ്? എങ്ങനെ ഇത് പ്രാക്ടിക്കലി നമുക്ക് നേടിയെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജീവിത വിജയത്തിനുള്ള ത്രിമൂർത്തി രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഋഗ്വേദ മന്ത്രത്തെക്കുറിച്ചല്ലേ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്? അതന്ത്രാസോ ഔരക അശ്രമിഷ്ഠാഹ എന്ന ആ മന്ത്രം. ഇതിൽ വിജയത്തിൻ്റെ 3 പില്ലറുകളെ കുറിച്ച് നമ്മൾ ആധികാരികമായി പറഞ്ഞു. അതിൽ ആദ്യത്തേത് അതന്ത്രാസഹ എന്നതിൻ്റെ അർത്ഥമാണ് മയക്കത്തിലിരിക്കാതെ, അലസതയിലിരിക്കാതെ, ഉണർവോടെ ജാഗരൂകനായി ഇരിക്കുക എന്ന് പറയുന്നത്. മാനസിക ജാഗ്രതയാണ് ഇവിടെ ഉണർവ് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. ഈ ഒരു ഉണർവ് ഇന്ന് വ്യാപകമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സർവത്ര കാണുന്നത്. കാരണം എവിടെയും നോക്കിയാലും ഒരു ഉറക്കമാണ്, അലസതയാണ് നമ്മൾ കാണുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഡിജിറ്റൽ യൂസ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 3 മണിക്കൂർ ഇൻസ്റ്റാഗ്രാമിൽ ചെലവഴിക്കുമ്പോൾ തലച്ചോറിൻ്റെ തീരുമാനമെടുക്കാനുള്ള കേന്ദ്രം തളർന്നു പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അവസ്ഥ? അതായത് നമുക്കൊരു അടിമപ്പെട്ട പോലെയുള്ള അവസ്ഥ. സ്വന്തം ജീവിതം ഒരു ക്ലോക്കിനെ പോലെ യാന്ത്രികമായി മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലായിട്ടും അതിൽ നിന്ന് മാറാതെ അടിമപ്പെട്ട് കഴിയുന്ന അവസ്ഥ. അതാണ് ഒരു തരം മയക്കം എന്ന് പറയുന്നത്. അതാണ് മയക്കം. അതേസമയം നിങ്ങളുടെ എതിരാളി അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർ, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ പുതിയ കഴിവുകൾ നേടുന്നു, വിപണിയിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, അവർ ജീവിതത്തിൽ തന്നെ വിജയിക്കുന്നു. ജാഗരൂകമായ മനസ്സിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഒരു ഉണർന്ന മനസ്സിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്? ഒന്നാമത്തേത്, വിപണിയിലെ അവസരങ്ങൾ തിരിച്ചറിയാൻ ആ വ്യക്തിക്ക് കഴിയുക. ഞാൻ എന്ത് സേവനമാണ് ഈ ലോകത്തിന് കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയാത്തവന് എന്ത് ചെയ്യാൻ സാധിക്കും? രണ്ടാമത്തേത്, പ്രശ്നങ്ങളിൽ സാധ്യതകൾ കാണാൻ കഴിയുക എന്ന് പറയുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ എങ്ങനെ ഒരു സാധ്യതയെ കണ്ടെത്താൻ സാധിക്കും? അത് നിരന്തരം ചിന്തിക്കുന്നതിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. മൂന്നാമത്തേത്, സമയം ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ്. അത് പലപ്പോഴും നല്ലൊരു ശതമാനം ആളുകളും ഉപയോഗിക്കുന്നില്ല. ഇന്ന് രാവിലെ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ ഇന്നത്തെ ദിവസമെങ്കിലും നമ്മുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ശ്രമിക്കണം. അപ്പോൾ ഒന്നാമത്തേത് നമ്മുടെ അവസരങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും അതിൽ സാധ്യതകൾ കണ്ടെത്തുക എന്ന് പറയുന്നതാണ്. മൂന്നാമത്തേത്, സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ്. നാലാമത്തേതോ, ഊർജം ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നതാണ്. നമ്മുടെ ഊർജത്തെ, മാനസികോർജത്തെ, ശാരീരികോർജത്തെ ശരിയായി വിനിയോഗിക്കുക. അവിടെ ഇവിടെയും ഫോണിൽ നോക്കിയിരുന്നിട്ടോ അല്ലെങ്കിൽ അതിൽ ഇരുന്ന എല്ലാം കണ്ടുകൊണ്ട് സമയം മുഴുവൻ കളഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ ഊർജത്തെ ശരിയായി വിനിയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഉണർവ് എന്താണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് നേടിയെടുക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. രാവിലെ ഫോൺ എടുക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് ശ്വാസവ്യായാമം അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുക. അതായത് ഡീപ്പായി ശ്വാസം എടുക്കുക, സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. വളരെ സിമ്പിളാണ്. 5 മിനിറ്റ് ശ്വാസവ്യായാമം ചെയ്യുക, പ്രാണായാമം ചെയ്യുക എന്ന് പറയാം. നമ്മൾ ഡീപ്പായി ശ്വാസത്തെ എടുക്കുക, സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. 4-5 സെക്കൻഡുകൾ എടുത്ത് ശ്വാസം വലിക്കുക, 4-5 സെക്കൻഡുകൾ എടുത്ത് ശ്വാസം വലിക്കുക, 6-7 സെക്കൻഡ് എടുത്ത് പുറത്തേക്ക് വിടുക. ശ്വാസം എടുക്കുമ്പോൾ ചെസ്റ്റ് അല്ല, വയറാണ് വികസിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പലപ്പോഴും ആളുകൾ ചെസ്റ്റാണ് വികസിപ്പിക്കുക, അങ്ങനെയല്ല, വയറാണ് വികസിക്കേണ്ടത്. അങ്ങനെ 5 മിനിറ്റോളം ഡീപ്പായി ശ്വാസം എടുത്ത് വിടുക. ഇത് പ്രക്രിയ 5 മിനിറ്റ് നമുക്ക് ചെയ്തു നോക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്വാസത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, വേറെ എവിടെയും ശ്രദ്ധിക്കരുത്, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്താൽ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കൂടും.
അത് വളരെ കൂടുന്നത് ശരിയല്ല, പക്ഷേ ഈ പറയുന്ന 5 മിനിറ്റ് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ മനസ്സ് കൂടുതൽ ഫോക്കസ്ഡ് ആവും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. കൂടുതൽ ക്ലാരിറ്റി ഉള്ളതാകും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. നേരെ ഫോൺ എടുക്കാതെ 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന പ്രാണായാമം ചെയ്യുക. ഇനി രണ്ടാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്കിനിടയിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലികളുടെ ഇടയിൽ ചെറിയ വിശ്രമങ്ങൾ എടുക്കുക എന്ന് പറയുന്നതാണ്. അതായത് 25 മിനിറ്റ് ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുമ്പോൾ 5 മിനിറ്റ് വിശ്രമം കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 25 മിനിറ്റിൽ കൂടുതൽ വളരെ ഫോക്കസ്ഡ് ആയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഈവൻ നമ്മൾ ഫോൺ നോക്കുന്നിടത്ത് പോലും ഈ പ്രശ്നമുണ്ട്. വളരെ ഡീപ്പായ വർക്ക് തന്നെയാണ് അത് ചെയ്യുന്നത്, സംശയമൊന്നും വേണ്ട. അപ്പോൾ ഈ താളം 5 മിനിറ്റ് വിശ്രമം, എവരി 25 മിനിറ്റ്സിലെ ഡീപ്പ് വർക്കിൽ 5 മിനിറ്റ് എന്ന് പറയുന്ന റെസ്റ്റ്. ഈ താളം തലച്ചോറിനെ നിരന്തരം ജാഗരൂകമായി പ്രവർത്തിക്കാനും നിലനിർത്താനും സഹായിക്കും. ഇതാണ് രണ്ടാമത്തെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്ന് തന്നെ പരീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തത് ഡിജിറ്റൽ യൂസ് നിയന്ത്രിക്കുക എന്നതാണ്. ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു സാംക്രമിക രോഗം പോലെ നമ്മുടെ ജീവിതത്തിനെ ബാധിച്ചു തുടങ്ങിയത് കൊണ്ടാണ്. സോഷ്യൽ മീഡിയയൊക്കെ ക്വിറ്റ് ചെയ്യാനൊന്നും അല്ല ഈ പറയുന്നത്. നിങ്ങൾ നാളെ മുതൽ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കേണ്ടതെന്നൊന്നും അല്ല പറയുന്നത്. അതൊക്കെ വേണം. അതിനെല്ലാം പ്രത്യേകം ടൈം അലോക്കേറ്റ് ചെയ്യുക എന്നതൊരു മുഖ്യമായ കാര്യമാണ്. ഇപ്പം എനിക്ക് ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് എൻ്റെ ഇന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കും, ഫേസ്ബുക്ക് ഉപയോഗിക്കും എന്ന കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കുക. അതിനൊരു സമയം ടൈം അലോക്കേറ്റ് ചെയ്യുക. ഇത്ര സമയത്ത് ഞാൻ OTT പ്ലാറ്റ്ഫോം കാണും, ആ സമയത്ത് മാത്രം അത് ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, അങ്ങനെ ചെയ്ത് കാണിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണർവ് കൊണ്ടുവരും എന്നുള്ള ഇച്ഛാശക്തിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. ഉണർന്നവരെ വിജയിച്ചിട്ടുള്ളൂ എന്ന സത്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാലേ നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി എല്ലാവരും പരിശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം.